വർക്കിംഗ് വുമന്റെ കരിയറിനെ തന്നെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറാണ് ഡെലിവറി, അത് കഴിഞ്ഞ് വരുന്ന ചൈൽഡ് കെയറും ഹെൽത്ത് ഇഷ്യൂസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റിംഗ് അവർ കിട്ടിയിട്ടില്ലെങ്കിൽ അത് മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഒരുപോലെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ UAE മെറ്റേണിറ്റി ലീവ് 16 ഡേയ്സ് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിൽ തന്നെ 45 ഡേയ്സ് കമ്പൽസറി ആയിട്ടും ഫുള്ളി പെയ്ഡ് ആണ്. അതിനുശേഷം കൊണ്ട് വരുന്ന 15 ഡേയ്സ് ഹാഫ് പേയ്മെന്റും കിട്ടും. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിനുശേഷം 45 ഡേയ്സ് എക്സ്ട്രാ, അതായത് അൺപെയ്ഡ് ആയിട്ടുള്ള 45 ഡേയ്സും കൂടെ കിട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ചൈൽഡ് ബർത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ട്, ചൈൽഡിന് എന്തെങ്കിലും സിക്നസ് അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷന്റെ കാറ്റഗറിയിൽ വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 30 ഡേയ്സ് എക്സ്ട്രാ ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ലീവും അതുപോലെ 30 ഡേയ്സ് ഇതുപോലെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 30 ഡേയ്സ് അൺപെയ്ഡ് ആയിട്ടുള്ള ലീവും കിട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രഗ്നന്റ് ആയിട്ട് 6 മന്തിന് ശേഷം ഡെലിവറി നടക്കുന്ന ഏത് കേസിലായാലും, അതിപ്പോ മിസ്കാരേജ് ആയിട്ട് ചൈൽഡിന് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ പോലും ആ മദറിന് മെറ്റേണിറ്റി ലീവിന് അർഹത ഉണ്ടായിരിക്കും. ഇനി വരുന്നത് ഫ്രം ദ ഡേറ്റ് ഓഫ് ചൈൽഡ് ബർത്ത് തൊട്ടിട്ട് 6 മന്ത് വരെ ആ കുഞ്ഞിനുള്ള ചൈൽഡ് കെയറിന് വേണ്ടിയിട്ട് നഴ്സിംഗ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 hour ആണ് പെർ ഡേ കിട്ടുക. അത് നമുക്ക് ഫുൾ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഹാഫ് അവർ വെച്ചിട്ട് 2 ടൈംസ് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതേ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു ലീവാണ് പെറ്റേണിറ്റി ലീവ്. അത് ചൈൽഡ് ബർത്ത് തൊട്ടിട്ട് 6 മന്ത് വരെ ഒരു മെയിൽ എംപ്ലോയിക്ക് എപ്പോ വേണമെങ്കിലും 5 ഡേയ്സ് പെയ്ഡ് ലീവ് കിട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഫാദേഴ്സിന് എടുക്കാനായിട്ടുള്ള ഒരു ലീവാണ് ഈ പെറ്റേണിറ്റി ലീവ്.